ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ സങ്കീർത്തന ഭാഗം 15-ാം സങ്കീർത്തനം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവാഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കൂട്ടുകാരന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. തുടർന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങുകയില്ല. ദുബായില് പരിശുദ്ധനായ മൊറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ്തിയൻ ബാവായുടെ പുണ്യപ്പെട്ട നാമത്തിലുള്ള ആ ദേവാലയത്തിൽ സ്വാഗതം പറഞ്ഞ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവതിരികിലെത്താൻ ഇവിടെ നിന്ന് അവിടെ പോകുകയും അവിടെ ആ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്ത് ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തിൽ നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ വിശ്വാസത്തിൽ തീഷ്ണതയോടെ നമുക്ക് ജീവിക്കുവാനും ഒക്കെ സാധിച്ച് ഇന്ന് നമ്മൾ നാട്ടിൽ തിരികെ എത്തി ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സകല വിഷയങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമുക്ക് പരിഹാരമുണ്ടാകും. യഹോവയുടെ കൂടെ, ദൈവത്തിന്റെ കൂടെ, കർത്താവിന്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിൽ പരം മറ്റൊരു സന്തോഷമില്ല, ആനന്ദമില്ല, മറ്റൊരു ലക്ഷ്യമില്ല നമുക്ക്. അങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ് യഹോവയോടുകൂടെ നിന്റെ കൂടാരത്തിൽ യഹോവ പാർക്കുന്നിടത്ത് പാർക്കുകയും നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആ ദൈവത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് ക്രിസ്തീയ സാക്ഷ്യത്തോടെ നമുക്ക് ജീവിക്കുവാനും പരസ്പരം സ്നേഹത്തിൽ കൂടി വരുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ വായിച്ച ഒരു പുസ്തകമാണ് ദി ജപ്പാനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ഇത് പറയുവാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ദീർഘായുസോടുകൂടെ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ജപ്പാനിലെ ഒക്കിനോമിയ എന്ന സ്ഥലത്താണ്. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു കാരണമുണ്ട്. 100 വയസ്സ് 110 വയസ്സുള്ളവര് ഡ്രൈവ് ചെയ്യും, 115 വയസ്സുള്ള ആള് കൃഷി ചെയ്യും. 2000 ഒക്കിനോമിയ എന്ന ആ സ്ഥലത്തൊരു ഗ്രാമമാണ്, കടൽ തീരമുണ്ട്, കൃഷിപ്പണി ചെയ്യും, ഒക്കെ സാധാരണ മനുഷ്യരായി ജീവിക്കുന്നവര്. അവരങ്ങനെ ജീവിക്കുവാൻ കാരണം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ അരുളി ചെയ്ത ഒരു വചനമുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളാണ്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ കടങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. 100, 115, 110 വയസ്സ് വരെ ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിച്ച് കൃഷി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ കാരണം അവർക്ക് ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, എല്ലാം ക്ഷമിക്കുന്നവരാണ്, എല്ലാം പൊറുക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞതുപോലെ ക്ഷമയുടെ ഒരു ജീവിതം നയിക്കുന്നവരാണ്. ഇവരുടെ പ്രത്യേകത, ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, എ റീസൺ ഫോർ ലൈഫ്. ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ഒരു ദിവസം ഉറങ്ങി പിറ്റേ ദിവസം അവർ എഴുന്നേൽക്കുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ ഹാപ്പിയാ, ആരോടും അവർക്ക് പകയില്ല. ശരിക്കും നമുക്കറിയാം, അച്ഛൻ പറയണ്ട, ഈ ജപ്പാൻ എന്ന് പറയുന്ന ഈ ഒക്കിനോമിയ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ തൊട്ട് ചേർന്നാണ് ഹിരോഷിമ, നാഗസാക്കി 2 പട്ടണങ്ങൾ അണുബോംബ് വിട്ട് അമേരിക്ക തകർത്തതാണ്. ശരിക്കും നനച്ചുപോയ നാടാണ്, എല്ലാം നശിച്ചതാണ്. പക്ഷെ അവിടെയുള്ള മനുഷ്യരാണ് രോഗികളായിട്ട്, കൈയില്ല കാലില്ല, അത് ജനിച്ച മനുഷ്യര് ജീവിച്ച സ്ഥലത്തുള്ള ഇന്നത്തെ തലമുറ ഏറ്റവും സന്തോഷവാന്മാരും സന്തോഷവതികളും ആയിട്ട് ജീവിക്കുന്നതിന് കാരണം ക്ഷമയാണ് അവരുടെ പ്രത്യേകത എന്ന് പറയും. അവർക്ക് ആരോടും പകയില്ല, അമേരിക്കയോടുമില്ല. ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുത്താൽ നമുക്ക് ദൈവത്തോടൊപ്പം പാർക്കാം, നമുക്ക് സന്തോഷമായി ജീവിക്കാം, സമാധാനമായി ജീവിക്കാം. അവര് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയും, എല്ലാവരെയും ഒരുപോലെ കാണും. ഓരോ ദിവസവും ആരംഭിക്കുന്നത് സന്തോഷത്തോടെ എഴുന്നേൽക്കും, സന്തോഷത്തോടെ യാത്ര ചെയ്യും, ഒന്നിനെ കുറിച്ചും പരാതിയില്ല, എപ്പോഴും സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. അതുകൊണ്ട് 100, 105, 115 അങ്ങനെ 2500 ആളുകൾ ഇപ്പോഴവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 2 ലോകപ്രശസ്തരായ 2 എഴുത്തുകാർ ചേർന്നാണ് ഇവരുടെ ജീവിതത്തെക്കുറിച്ച്, ഹെക്ടർ ഗാർസിയ ആൻഡ് ഫ്രാൻസിസ് മിറാലസ് എന്ന് പറയുന്ന 2 പേർ ചേർന്നാണ് അവരെക്കുറിച്ച് പഠിച്ച്
പരീക്ഷണം നടത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ജോലി എല്ലാം കഴിഞ്ഞ് നാട്ടിലായിരിക്കുന്ന നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ വറിയാകണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇപ്പൊ ഇവിടെ സ്വാഗതത്തിലെ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് എത്തിച്ചേർന്ന ഏതൊരുവർ ജീവിക്കുന്നതിനും സന്തോഷമായിട്ട് ജീവിക്കുവാൻ നിങ്ങളുടെയൊക്കെ മക്കള് നല്ല നല്ല ഉന്നതമായ സ്ഥാനങ്ങൾ ദൈവമാക്കിയിട്ടുണ്ട്. കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ലഭിച്ച നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞ് കഴിഞ്ഞ കാലഘട്ടം ദൈവം നടത്തിയ വിധങ്ങളും അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. പരിശുദ്ധനായ മോർ അഫ്രൈം പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഇപ്രകാരമാണ്. മോർ അഫ്രൈമിന്റെ പറുദീസ ഗീതങ്ങൾ 2:2 ഇങ്ങനെയാ പറയുന്നത്: നീ മനുഷ്യ, നീ പറുദീസയുടെ താക്കോൽ ഇവിടെ വെച്ച് ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു താക്കോൽ ഉണ്ടാക്കുന്ന പണിയുണ്ട് ഈ ജീവിതത്തിൽ. സ്വർഗരാജ്യം നേടുവാനുള്ള താക്കോൽ ഉണ്ടാക്കുക. നമ്മുടെ പിതാവായ പരിശുദ്ധനായ മോർ അഫ്രൈം പറയുന്നതാണ്. ആ താക്കോൽ ഉണ്ടാക്കിയെടുത്ത് നിന്നെ സ്വാഗതം ചെയ്യുന്ന വാതിൽ നിന്റെ നേരെ ആഹ്ലാദപൂർവ്വം ചിരിക്കും. പറുദീസയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താക്കോൽ ഉണ്ടാക്കിയാൽ അതിനായി പരിശ്രമിച്ചാൽ സന്തോഷത്തോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ, സഹനത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ആ വാതിൽ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കും. സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോൽ ഉണ്ടാക്കുക എന്നുള്ളൊരു പണി നമ്മുടെ ജീവിതത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഇപ്രകാരം നമുക്ക് കൂടി വരുവാൻ ഈ ദേവാലയം ദൈവം ഒരുക്കി. ഇത് കോട്ടയം ഭദ്രാസനത്തിന് സിംഹാസന പള്ളിയാണ്. ഭദ്രാസനം ആണ് തൊട്ട് ചേർന്നുള്ളത്. അന്ത്യോക്യ സിംഹാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ഒരു പള്ളിയാണ്. ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാവ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറം പുണ്യവാനായ പിതാവ്. പ്രാർത്ഥനയും അതുപോലെ തന്നെ ധ്യാനവും അതുപോലെ തന്നെ ജീവിത വിശുദ്ധിയും കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ഭവനത്തിലെ സ്ഥലം പരിശുദ്ധ സഭയ്ക്കായി സമർപ്പിച്ച് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പിതാവ് ഇവിടെ കൂടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. അതൊരു ദൈവഹിതമാണ്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അഭിനന്ദനായ പിതാവ് പ്രാർത്ഥിക്കുന്നു, പുണ്യവാനായ പിതാവ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ അഭിനന്ദ പിതാവായ സക്രിയാസ് മോർ ഫീലിക്സിനോസ് മെത്രാപ്പൊലീത്ത തിരുമനസ് കൊണ്ട് എഴുന്നള്ളി വന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾ ഒരേ സമയത്ത് വൈദിക സെമിനാരിയിൽ പഠിച്ചവരാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഇന്ന് ഈ സഭയ്ക്ക് ഇത്രയും അനുഗ്രഹമായിട്ട് ഒരു വലിയ ധ്യാന കേന്ദ്രം തിരുമേനിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുമ്പോൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ തിരുമേനി അതുപോലെ തന്നെ ഇന്ന് തീമോത്തീസൻ ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ എപ്പോഴും വേദപുസ്തകം ഉണ്ടായി. അതായിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും പഠനവും. ഇന്ന് തിരുമേനിയെ ലഭിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വന്നിയ കോർപ്പിസ്കോപ്പ അച്ഛൻ തിരുമേനിയെ കുറിച്ച് പ്രത്യേകം അറിയിക്കും. വികാരി അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ദുബായിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്ത നമ്മുടെ അച്ഛന്മാര് അവരെല്ലാവരുമുണ്ട്. എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഒത്തൊരുമിച്ച് ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ അവസരത്തിൽ ഒത്തിരി സമർപ്പണത്തോടെയാണ് നമ്മൾ കഴിഞ്ഞ പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്ത ജോയിന്റ് കൺവീനറും ഈ കോർഡിനേറ്റേഴ്സും പ്രവർത്തിച്ചത്. പല യോഗങ്ങൾ കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി അത് വലിയ ദൈവഹിതമായി കാണുന്നു. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേക സ്നേഹം ദൈവനാമത്തിൽ പരിശുദ്ധ ശുദ്ധിമതിയായ അമ്മയുടെ ഏലിയാസ് ബാവായുടെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ അഭിനന്ദ പിതാവായ സക്രിയാസ് മോർ ഫീലിക്സിനോസ് തിരുമനസ് കൊണ്ട് ദീപം കൊളുത്തി പ്രാർത്ഥിച്ച് ദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും.